കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൂടെയുള്ളത്, ഷാനവാസ് പാടൂർ. പാടൂരാണോ പാതൂരാണോ എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു സംശയം. പാതൂർ എന്നുള്ളത് കാസർഗോഡ് ഒരു സ്ഥലമാണ് അല്ലേ? അതൊരു സ്ഥലമാണ്. വന്നത് എൻ്റെ തറവാടുള്ള സ്ഥലമാണ്. ഇത് എല്ലാവരും ചെമ്മനാട് പഞ്ചായത്തിൽ ഇത് തെക്കിലിനടുത്താണ് ഈ പാതൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ കുടുംബ പേരും പാതൂർ തന്നെയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവും അതുപോലെ ഭയങ്കര ചൂടുമാണ് പുറത്ത്. മൊത്തത്തിൽ വളരെ നന്നായി പോകുന്നുണ്ട്. ഇത്തവണ നമ്മുടെ വിജയ പ്രതീക്ഷകളുണ്ടോ? ആദ്യം LDF ചിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യമായിരുന്നു കാസർഗോഡ് മണ്ഡലം. ഇപ്പോൾ എന്തായാലും ഒരു ത്രികോണ മത്സരമുണ്ട്, ഇലക്ഷൻ മത്സരം ടൈറ്റാവും എന്ന രീതിയിലൊക്കെയുള്ള ചർച്ച ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, എന്നെ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തുനിന്നും, അത് എൻ്റെ മുന്നണിയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരും നിഷ്പക്ഷരായിട്ടുള്ളവരും അതുപോലെ മറ്റ് മുന്നണിയിൽ നിന്ന് ആൾക്കാരടക്കം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, നമ്മൾ ഗൈഡ് ചെയ്യാണ്. നിങ്ങളൊന്ന് അവിടെ പോകണം, നിങ്ങളിതിനൊന്ന് അഡ്രസ്സ് ചെയ്യണം, ഇന്ന ക്ലബിലൊന്ന് പോയി കാണണം, അത്തരത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഇടതുപക്ഷത്തിൻ്റെതും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രീതി അത് ഭയങ്കര സ്ട്രോങ് ആയി, അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അതായത് അവർ ജയിച്ചു എന്നുള്ളൊരു പ്രതീതിയിലാണ് അവരുള്ളത്. അതിലിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒക്കെ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് താങ്കളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്, അതിന് പിന്നിൽ ചില ഉദ്ദേശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള താങ്കളുടെ മറുപടി എന്താ? മറുപടി പറയേണ്ടതുണ്ടോ? ഞാൻ അന്ന് മറുപടി പറഞ്ഞിരുന്നു, ഒരു ഡീലാണ് അന്ന് MP പറഞ്ഞത്. അപ്പോൾ ഡീലുണ്ട്, ശരിയാണത്, പക്ഷെ അത് ജനങ്ങളുമായിട്ടാണ് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ മണ്ഡലത്തിനകത്ത് ജനങ്ങളുമായി ഞാനൊരു ഡീലുണ്ട്. ആ ഡീൽ എന്നെ എൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് മറുപടിയായി ഞാൻ അവരോടൊപ്പം കഴിഞ്ഞ 50 വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി അവരിൽ ഒരാളായി അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഡീൽ ഞങ്ങൾ തമ്മിലുണ്ട്. ലീഗും BJPയും തമ്മിലുള്ള മത്സരം എന്നുള്ളതാണ് നമ്മൾ ഈ കാസർഗോട്ട് സ്ഥിരമായി കണ്ടുവരുന്നത്. അതിൽ നിന്നൊരു ത്രികോണപ്പോരിലേക്ക് ഈ മത്സരത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ആത്മവിശ്വാസം. ഇപ്പം ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ പോലും അങ്ങനെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു വലിയ മാറ്റമായിട്ട് വിചാരിക്കുന്നുണ്ട്. ഞാൻ ത്രികോണ മത്സരം പിന്നെ ഇതിനപ്പുറം ഞാൻ വീണ്ടും പറയുന്നു, നിലവിൽ ഞങ്ങൾ ജയിച്ചു നിൽക്കുകയാണ്. നല്ല ആത്മവിശ്വാസത്തിലാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പം LDF സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്, ഡീലുണ്ട്, അത് ജനങ്ങളുമായി മാത്രമാണ്. അപ്പോൾ ജയിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലുമാണ്. അങ്ങനെ തിരക്കേറിയ പ്രചാരണം അങ്ങനെ തുടരുകയാണ് ഇവരെല്ലാവരും തന്നെ. നമ്മളുടെ പര്യടനവുമായി മുന്നോട്ട് പോകുന്നു.